ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ് ജനനായകൻ മൂവിയിലെ സോങ്. അതായത് ആ സോങ് തന്നെ മൈക്കൊരു തെറിച്ചു പോയി. സോങ് ലിറിക്കൽ വീഡിയോ റിലീസ് ആയിരിക്കുകയാണ്. ഇത് ഇപ്പൊ റിലീസായുള്ളൂ. വെയിറ്റ് ചെയ്യായിരുന്നു കുറെ നേരം കണ്ടെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കുമായിരുന്നു സാധനം ഇറങ്ങിയോ ഇല്ലേന്ന്. ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. മൈ ഗാഡ്. നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. ലാസ്റ്റ് മൂവി എന്ന് പറയുന്നു. ഇടണോ പുള്ളി ഇനിയും പടം ചെയ്യണം. പടത്തിൽ ഹൈപ്പ് എക്സ്ട്രീം ആണ്. പിന്നെ പടത്തിന് ഓപ്പോണന്റ് ശിവകാർത്തികേയൻ തോന്നുന്നല്ലേ. കാരണം ഇവിടെ കേരളത്തിലും തിയേറ്റർ ലിസ്റ്റ് ഭയങ്കര കുറവായിട്ടൊക്കെയാണ് കാണുന്നത്. മിക്കയിടത്തും തിയേറ്റർ ലിസ്റ്റ്. അതിൻ്റെ റീസൺ എന്താ അറിയില്ല. ഇനി വല്ല പൊളിറ്റിക്കൽ പരിപാടി കാര്യങ്ങളൊക്കെ ആണോന്ന് അറിയില്ല. അത് കണക്ക് തന്നെ സോങ് റിലീസും പരിപാടിയൊക്കെ ഇവിടെ മലേഷ്യയിലൊക്കെ ചെയ്യുന്നത്. അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോങ് ജനനായകൻ തലപതി വിജയ്, എച്ച് വിനോദ്, അഞ്ജുത്ത്. കേട്ടോക്കാം. ഈ സാധനമായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. 11 മിനിറ്റ് ഇത്ര പെട്ടെന്നോ? കോപ്പി റൈറ്റ് അടിച്ച് കിട്ടും. മിക്കൊരു വീഡിയോ ബാൻ ചെയ്യും. ഇന്നലെ സാധനം പോസ്റ്റ് ചെയ്യണേ. പ്ലേ. And the music. That by H. Vinod. Oh! Come on. Dalapati Vijay. Bro! Kola. Share. Come on. സത്യം. ഇത് അത് ഏതിലടേ ലുക്ക്? അത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. ബാക്ക് ഷോട്ട് തലൈവല്ലേ ആണ് തോന്നുന്നു. ഒരു ഷോട്ട് വന്ന് എന്തൊരു ഗ്ലാമറേ. എങ്ങനെയാണ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അനിരുദ്ധ് റോക്ക് സ്റ്റാർ. എന്തിനാണ് ഇവൻ ഈ സാധനങ്ങൾ ഇറക്കണം? എങ്ങനെയാണ് ഇവൻ ഇത്ര മാത്രം മ്യൂസിക്സ് കിട്ടുന്നത്? സത്യൻ പ്രൊഡ്യൂസർ എന്താ പറയുക, ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന ലെവലിലാണ് പടം റിലീസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. ലൈക്ക് പൊളിറ്റീഷ്യൻ വേസ് പടത്തിന് ഭയങ്കര രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. റിലീസ് സെൻറ്റേഴ്സ് മാറ്റുന്നുണ്ട്. ഓപ്പോണൻ്റ് മൂവീസിനെ വൺ മാർജിനിൽ പിടിച്ച് തിയേറ്റേഴ്സ് മാക്സിമം ചിലവർ, അതായത് ഈ പടത്തിന് തിയേറ്റേഴ്സ് കിട്ടാത്ത ലെവലിൽ ആക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതായത് പ്രൊമോഷൻ സെൻറ്റേഴ്സൊക്കെ കുറേ ഒഴിവാക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പം അത്ര ലെവലിൽ ഈ പടത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പടം ഇറങ്ങാൻ പോകുന്നത്. നോക്കാം. കേരളത്തിൽ കമ്പയർ വിത്ത് വിജയുടെ പല മൂവീസിലും ഭയങ്കര തിയേറ്റർ ലിസ്റ്റ് കുറച്ച് ഇറക്കുന്ന, അത് റീസൺസ് എനിക്കറിയില്ല. ആ ലെവലുള്ള മറ്റേ പൊളിറ്റീഷ്യൻ പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. Come on.
കിടിലൻ പാട്ടല്ലേ? കോംബോ. ഈ ഷോട്ടൊക്കെ തിയേറ്ററിൽ വന്നതാ. ജനുവരി 9. ഗ്ലാമർ, എന്തൊരു ഫിറ്റ്നസ് അങ്ങേര്. ഈ ഒരു സാധനം തന്നോളൂ, പക്ഷെ മതി മതി മതി. Come on, let's rise together. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധനം നൈസാണ്. ഇന്നലെ ഒരു ഇതിൻ്റെ അത് മീൻസ് മിനിയാന്ന് സോങ് റിയാക്ഷൻ ചെയ്തായിരുന്നു. അതും തുടക്കത്തിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും വേറെ ലെവലായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സാധനം തീയാണ്. ഈ ആൻഡ്രു ഇത് എങ്ങനെയാണല്ലോ ഇത്രയും കോമ്പോസിഷൻ ഒക്കെ ചെയ്യുന്നത്? ആൻഡ് വിജയ്, ഓ മൈ ഗോഡ്, കുറച്ചുകൂടെ വിജയുടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഡാൻസേ ഉള്ളൂ, അത് കിടിലം. മുട്ടിഞ്ഞ ഗ്ലാമർ, ഫിറ്റ്നസ് ഒക്കെ എങ്ങനെ, ലൈക്ക് നോട്ട് ഹ്യൂജ് ബോഡി ബിൽഡിങ് പരിപാടിയൊന്നുമല്ല. ആ കറക്റ്റ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പുള്ളിക്ക് ഇപ്പോഴും വേണമെങ്കിലും കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് വരെ അഭിനയിക്കാൻ പറ്റും. ആ ലെവലുള്ള ബോഡി ഫിറ്റ്നസും ഗ്ലാമറും മെയിൻറ്റെയിൻ ചെയ്യുക, അത് ചില്ലറ കാര്യമൊന്നുമല്ല. പിന്നെ സിനിമ ലൈക്ക് സോങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നാളെ എന്തായാലും ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് രാവിലെ ആദ്യം ഇത് കേട്ടോണ്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. ഭയങ്കര രീതിയിൽ ഹേറ്റേഴ്സ് പടത്തെ ഇതാക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ വാറാണ് ഇനിയിപ്പം ഈ സിനിമ ബേസ് ചെയ്ത് നടക്കാൻ പോകുന്നത്. ഇനി ഇലക്ഷൻ്റെ കേസ് എന്താണെന്ന് അറിയില്ല. ഇലക്ഷൻ എന്നാണ് ജൂണിലോ എപ്പോഴാണ് സംഭവം? അപ്പോൾ അതിനി എന്താവും എന്തോ. പുള്ളി എങ്ങാനും കയറി വരൂ, ഓ മൈ ഗോഡ്, എന്ന തീയാണ് മോനെ. ലൈക്ക് ഓൾറെഡി പണമല്ല, പണം ആവശ്യത്തിലേറെയുണ്ട്, പവർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ ഹാവ് മണി ആൻഡ് പവർ, ഇറ്റ് സീംസ് ലൈക്ക് ആ ഒരു പരിപാടിയാണ്. എന്തായാലും നോക്കാം, പടം റിലീസാവട്ടെ. ലൈക്ക് വിജയ് ഫാൻസ്, ഞാനും വിജയ് ഫാൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.